നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇപ്പോൾ ഓഡിയോ കണക്ട് ചെയ്തിട്ടുള്ളത് ആനന്ദ്, വിജി, ശശി, സിനി, ഷംന ഈസ് ഓൾറെഡി നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. ദെൻ ഷംഷീജ. ആനന്ദ് ഒന്ന് പരിചയപ്പെടുത്താമോ? വിജി. ഹലോ സാറേ. വിജി പറയൂ. ഹലോ. എൻ്റെ പേര് വിജി. ഞാൻ വയനാട്ടിലാണ്. ഞാനിപ്പോ ഇതിന്റെ ഒരു മണിക്കൂറുള്ള ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊന്ന് കയറാം, അതിൻ്റെതായ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം എന്നോർത്തിട്ടാണ്. അത് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബാക്കി ക്ലാസ്സും കൂടെ കേൾക്കണം എന്നുണ്ട്. ട്രെയിനിങ്ങിലേക്ക് പോകണമെന്ന് താല്പര്യമുണ്ടല്ലേ? താല്പര്യമുണ്ട്. ഇപ്പൊ നമുക്ക് അതിനൊരു ഓഫറും ഉണ്ട്. ഇപ്പോ അതിനകത്ത് 2100 മാത്രമേ വരുന്നുള്ളൂ. ന്യൂ ഇയർ ഓഫർ. അതൊന്ന് അവസാനിക്കുവാണ്. 10 ദിവസം കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്യും. അതെ. ഒരു ക്യാഷിന്റെ ഒരു ഇതാണ്, അതുകൊണ്ട് ആഗ്രഹമുണ്ട് നന്നായി തന്നെ അതിനകത്ത് ചേരണം. നല്ല ക്ലാസ് ആയിരുന്നു, കേട്ടപ്പോ മനസ്സിലായി. പാടുന്നതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ട്രെയിനിങ്ങിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാൻ അറിയാനുണ്ടോ വിജിക്ക്? ട്രെയിനിങ് ഏത് സാറേ? നമ്മൾ ഒരു മണിക്കൂർ കേട്ടെ. അതെ, അത് കുഴപ്പമില്ല. അതിനകത്ത് പിന്നെ കേട്ടു. അതിനകത്ത് എന്താ പറയാ, നമുക്ക് ഇനി കുറെ കാര്യങ്ങൾ വോക്കലായിട്ട് നമുക്ക് ചെയ്യേണ്ട എക്സസൈസ് കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ മുമ്പോട്ട് പിന്നെ നമ്മളത് ചെയ്തിട്ടില്ലല്ലോ. അതിനകത്ത് ഡൗട്ട്സ് ഒന്നും ഇല്ല. ക്ലാസ്സിൽ ഒരു തിരിച്ചറിവായിട്ട്, അല്ലെങ്കിൽ ഇതുവരെ കേൾക്കാത്ത ഒരു പുതിയ കാര്യമായിട്ട് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാ? അതെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി. നമുക്കിപ്പോ പാട്ടിന്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിന്റെ ഒക്കെ പറഞ്ഞത് ശരി തന്നെ. അതിന്ന് സാറിന്റെ ക്ലാസ്സിൽ നിന്നാ മനസ്സിലായത്. നമുക്ക് എങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് അതിനകത്ത് ശ്വാസം പിടിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നപ്പം എന്താ നമ്മുടെ ഹൃദയം ഇങ്ങനെ അവിടെയാണ് ശ്വാസം പിടിച്ചു വെക്കുന്നതെന്നാണ്. പക്ഷെ സാറ് പറഞ്ഞില്ല, വയറ്റിലാണ് ഇങ്ങനെ. അപ്പൊ ഒരു 30 സെക്കൻഡ് പറഞ്ഞിരുന്നല്ലോ അതിനകത്ത്. ശ്വാസം പിടിച്ചു വെച്ചിട്ട് അങ്ങനെ എത്ര നേരം നമ്മൾ അത് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അതൊക്കെ നല്ലൊരു അറിവായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നീട് ഇനി ഇത് ചെയ്യുമ്പോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോ അങ്ങനെ ചെയ്യണം എന്നൊരു അറിവ് കിട്ടി. പാട്ട് പാടുമ്പോഴാണേലേ നമുക്ക് ഹൈ പിച്ചിൽ പാടാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല. ഹൈ പോർഷനൊക്കെ പാടുമ്പോ. പഠിക്കുവാണോ? എന്ത് ചെയ്തു വിജയ്? ഞാൻ ജോലി ചെയ്യാൻ, നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ. അപ്പം ഞങ്ങളുടെ കൊയറിലൊക്കെ പാടും. അപ്പൊ പാട്ടിലൊക്കെ കൂടണം. ഈ ഇടയായിട്ടൊക്കെ ശബ്ദത്തിന്റെ ഇത് തന്നെ പാടാൻ പറ്റുന്നില്ല. അപ്പൊ അതിനൊന്ന് വന്ന് നോക്കിയതാണ്. ശബ്ദം റെഡിയാക്കാൻ ശ്വാസം കിട്ടുന്നില്ല, അതാണ് മെയിൻ. ഹൈ പിച്ചൊന്നും പാടാൻ പറ്റുന്നില്ല. പിന്നെ നല്ല ശബ്ദമല്ല, നമ്മൾ സംസാരിക്കുന്ന ശബ്ദത്തിൽ പാടാൻ പറ്റുന്നില്ല. പിന്നെ ഭയങ്കര തീരെ താന്നു പോകും. അപ്പം നമുക്ക് തീരെ ഒന്നും എടുത്ത് പാടാൻ പറ്റില്ല ഹൈ പിച്ചിലൊന്നും. അതാണ് മെയിൻ പ്രോബ്ലം. അതിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ക്ലാസ്സിൽ കൂടെ കിട്ടിയാലേ. തീർച്ചയായിട്ടും അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിനകത്തൊരു മാറ്റം ഉണ്ടാകും. അതെ അതെ. ഓക്കെ സാറേ, താങ്ക് യു. താങ്ക് യു. ശശി മേനൻ, മനു പ്രതാപ്, പിന്നെ ആരാ? സാംസങ് SM, സിനി രവീന്ദ്രൻ. മൈക്ക് ഓപ്പൺ ചെയ്തൊന്ന് സംസാരിക്കാമോ? നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് മനു, പറയൂ. ശശി. യെസ്. ഞാൻ ആക്ച്വലി ഒരു റിട്ടയർഡ് പേഴ്സൺ ആണ്. സംഗീതത്തിൽ കുറച്ച് താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല, ഒരു പ്രാവശ്യം കയറി കട്ടായി പോയി. രണ്ടാമത് അറിയാൻ മുന്നിൽ സംസാരിച്ച ആൾക്കാർ ഒന്നും പറഞ്ഞൊന്നും കേട്ടിട്ടില്ല ഞാൻ. അപ്പൊ ഞാനൊരു തരാമെന്ന് മാത്രം. പാട്ട് പാടുന്നത് വളരെ താല്പര്യമുള്ള കാര്യമാണ്, വളരെ ഇഷ്ടമുണ്ട്. അത്യാവശ്യം ചെറിയ ഫംഗ്ഷനുകളിലൊന്നും പാടാറില്ല, ഓഫീസ് ഇതിലൊക്കെ പാടാറുണ്ടായിരുന്നു.
ഞാൻ 1 അവറിന്റെ ക്ലാസ് ഫുള്ളായിട്ട് കേൾക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് കുറച്ച് എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ബിസിയാണ്. ഇന്ന് ഒരു മീറ്റിംഗ് കണ്ട സമയത്തൊന്ന് കയറിയിട്ട് എന്താണെന്ന് അറിയാമെന്നുള്ള കയറിയതാണ്. നമ്മുടെ ഈ ഒരു സൂം മീറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെനസ്ഡേ നടക്കുന്ന സൂം മീറ്റിംഗ് എന്ന് പറയുന്നത്, ഈ 1 അവർ ക്ലാസ്. എവരി വെനസ്ഡേ ഉണ്ടോ? ഹലോ, എല്ലാ വെനസ്ഡേ ഉണ്ടാവും? അതെ, എല്ലാ വെനസ്ഡേ ഉണ്ട്. അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആ 1 അവർ ക്ലാസ്സിനകത്തുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും, പിന്നെ നിങ്ങൾക്ക് ആ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിനും സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വെനസ്ഡേ സൂം മീറ്റിംഗ്സ്. ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾ മെയിൻ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും നമ്മളിതുപോലെ 9:15 വീണ്ടും ഒരു മീറ്റിംഗ് ഉണ്ട്, ഓക്കൽ ക്ലബ് എന്ന് പറഞ്ഞിട്ട്. ഓ ഓ അപ്പോൾ അതിൽ ഓരോ ലെസണും ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ എക്സ്പ്ലനേഷനും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ അതൊരു ഫെലോഷിപ്പും കൂടെയാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നൊരു ഗെറ്റ് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും എല്ലാവരും എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എല്ലാവരെയും ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. ആക്ച്വലി എന്താ വെച്ചാൽ നമുക്ക് സ്റ്റേജ് പെർഫോമൻസ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ട്. ഓക്കെ. അപ്പൊ അത് താല്പര്യമുണ്ടോ? സ്റ്റേജ് പെർഫോം ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. പാടുന്നുണ്ട് അത്യാവശ്യം എന്ന് മറ്റുള്ള ആൾക്കാർ എൻകറേജ് ചെയ്യാറുണ്ട്. പാടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഓപ്പൺ സ്റ്റേജിലൊന്നും ഇതുവരെ പാടാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല. ഓക്കെ, തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊരു മെന്റർഷിപ്പാണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ ഒരു ഗോൾ, ഈ വർഷം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗോള് തന്നെ, ഒരു 100 പേരെങ്കിലും സ്റ്റേജിൽ പാടിയിട്ടില്ലാത്തവരെ, എന്നാൽ പാടാൻ താല്പര്യം ഉണ്ടാകുകയും സംഗീതത്തോട് താല്പര്യമുള്ള ഒരു 100 പേരെങ്കിലും സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഗോൾ ഈ വർഷത്തെ ഓക്കൽ കെയറിൽ. അപ്പോൾ അതിനകത്ത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത്, ആദ്യം നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, ബ്രീത്തിങ് കപ്പാസിറ്റിയും വോക്കൽ കപ്പാസിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുക. എന്നിട്ട് ഒരു പാട്ട് പഠിക്കുന്നതിന് ഒരു ഗൈഡ് ലൈൻ കൊടുക്കും. ഒരു പാട്ട് എങ്ങനെ പഠിക്കണം എന്ന് ശരിക്ക് പ്രോപ്പറായിട്ട് അവരെ ഗൈഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് ആദ്യം ഓൺലൈനിലൊന്ന് സജീവമാക്കുക, അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരെ ഒന്ന് സജീവമാക്കുക. എന്നിട്ട് അടുത്ത സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ട് എക്വിപ്പ് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് ഒരാൾ അറ്റൻഡ് ചെയ്യുന്ന ഈ മീറ്റിങ്ങിൽ തന്നെയുള്ള ഷംന എന്ന് പറയുന്ന, ഷംന കേൾക്കുന്നുണ്ടോ? ഞാൻ ഷംനെ ഒന്ന് റെഫറൻസ് ചെയ്ത് പറയുവാണേ. ഷംന കേൾക്കുന്നുണ്ട്. ഷംനെ ഞാനൊന്ന് റെഫറൻസ് കൊടുക്കുകയാണ്. ഇപ്പൊ ഷംന സ്റ്റേജിൽ ചെറുതായിട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലേ മുമ്പ്? ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു. ശബ്ദത്തിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഷംന ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്, അടുത്ത ഒരു ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് ഓൺലൈനിൽ പാട്ട് പാടുക എന്നുള്ളതാണ്. സിംഗിങ് ആപ്പ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് അതിനകത്ത് സജീവമാകാൻ. അപ്പോൾ ആ ഓരോ പാട്ടും ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, അതിനകത്ത് സജഷൻസ് പറയാനുള്ളത്, ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഗൈഡൻസ് കൊടുത്ത് അത് പാടും. ഒരുപക്ഷെ വലിയൊരു പെർഫെക്ഷൻ ഒന്നും ആദ്യം ഉണ്ടാകത്തില്ല, ബട്ട് ഇറ്റ് ടേക്സ് ടൈം. പക്ഷെ ഞാൻ ഒപ്പം കൂടെ നിന്ന് ആ പാട്ട് പഠിപ്പിച്ച് ഓൺലൈനിൽ അത് ക്ലിയർ ആക്കി. പിന്നെ തീർച്ചയായും ഷംന ഈ വർഷത്തിൻ്റെ ഒടുവിൽ, അത്രയും ഒന്നും പോണ്ട, കൃത്യമായിട്ട് പോയാൽ തീർച്ചയായിട്ടും ഷംന സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓൺലൈൻ ആപ്പുകളിൽ ഓൾറെഡി സജീവമാണ്. ഓക്കെ. പക്ഷെ എനിക്ക് ഓപ്പൺ അതിനകത്ത് ഒരു പാട്ട് പഠിക്കുന്നത് എങ്ങനെയാണ് സാറ്? സാറിന് തോന്നുന്ന ഒരു പാടുന്നല്ലേ? എനിക്ക് താല്പര്യമുള്ള പാടാൻ പറ്റുന്ന പാട്ടുകളെ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ ആദ്യം. പാട്ടുകൾ ഞാൻ സെലക്ട് ചെയ്യാറില്ല. അതെ, എൻ്റെ മെന്റർഷിപ്പിൽ വരുന്നതിന് നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. അതിനകത്ത് ഓരോ പാട്ട് പാടുന്നതിന് മുമ്പ് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യും. ആ പാട്ട് എന്നോട് പാടി കേൾപ്പിക്കും, അതിനകത്ത് ചില കറക്ഷൻസ് പറയും, അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഇത് കൊടുക്കും. എന്നിട്ടാണ് നമ്മളത് ഒരു പബ്ലിക്കിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു മെന്റർഷിപ്പാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവർക്ക്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ ഞാൻ പെൻഷനേഴ്സ് മീറ്റിലൊക്കെ അത്യാവശ്യം ടെസ്റ്റ് കയറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല. അപ്പൊ മറ്റേ സോഷ്യൽ മീഡിയയിൽ പാടുന്നുണ്ടെങ്കിലും ഓപ്പൺ സ്റ്റേജുകളിൽ പാടാനുള്ള ഒരു പരിചയക്കുറവ് ഉണ്ട്.
പ്രോപ്പറായിട്ട് ആരും ഒരു അഭിപ്രായം പറയും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മളൊരു പാട്ടിട്ടാലും വെരി ഗുഡ്, അത് വണ്ടർഫുൾ വെറുതെ മുഷിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആവിഷ്കരിക്കാതിരിക്കാം. പക്ഷെ നമുക്ക് തന്നെ ഒരു ഇവാലുവേഷൻ വേണം. ശരിക്കത് സജഷൻസ് പറഞ്ഞു കൊടുത്താലേ ഒരാൾക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റൂ. കറക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒന്നുമില്ല അതിൽ. അതെ. വെരി റെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻബോക്സിലെല്ലാം വന്നിട്ട് പറഞ്ഞു തരും. നമ്മൾ പാട്ട് കൊള്ളാമെന്ന് പറയുന്ന ആൾക്കാർ കുറച്ചുകൂടി കറക്റ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കുറച്ച്. ഗുഡ്. പാട്ട് ഒരുപാട് പ്രാവശ്യം കേൾക്കും പാടുന്നതിന് മുമ്പ്. പിന്നെ നോട്ട്സ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന എവിടെയെങ്കിലും സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് എഴുതിയെടുക്കും. എന്നിട്ട് അവിടെ നമുക്ക് പറ്റാവുന്ന രൂപത്തിൽ, പാട്ട് പഠിക്കാത്തത് കൊണ്ട് നമുക്ക് അതിനൊരു റീച്ചിനൊരു പരിമിതി ഉണ്ടല്ലോ. അതെ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ എന്നാലും കൂടി പെർഫെക്ഷൻ ആവാൻ നമ്മുടെ സാധിക്കാറില്ല. നമ്മുടെ 1 hour ക്ലാസ് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു? ഞാൻ കേട്ടിട്ടില്ല സാർ, അതൊന്ന് കംപ്ലീറ്റ് ആക്കണം. എനിക്ക് കുറച്ച് ബിസിനസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതിന്റെ ഇടയിൽ സമയം കിട്ടാറില്ല. അപ്പൊ ഇരുന്ന് ശരിക്കും ശ്രദ്ധിച്ച് വേണം കേൾക്കാൻ. പാട്ട് പാടുന്നത് തന്നെ വളരെ കുറച്ച് സമയം എടുത്ത് നമ്മളെ മനസ്സിലുള്ള പാട്ടുകളാണ് അധികം പാടുന്നത്. കേട്ട് പരിചയമുള്ള പാട്ടുകൾ ധാരാളം. ഇപ്പോഴാണ് വിഷ്വൽസ് വന്നതുകൊണ്ടാണ് നമ്മൾ പാട്ടിൽ കൂടുതൽ കെയർ കിട്ടാതെ. മറ്റേ റേഡിയോ കാലഘട്ടങ്ങളിൽ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുള്ളത് മനസ്സിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വലിയ പ്രയാസമില്ല. പക്ഷെ പുതിയ പാട്ടുകൾ വലിയ പ്രയാസം. ഓക്കെ, താങ്ക് യു സാർ സംസാരിച്ചതിന്. മീറ്റിംഗിൽ തുടരുക. നമുക്കൊരു 15 മിനിറ്റ് കൂടെ ഉണ്ട്. ജസ്റ്റ് അവസാനം വരെയും തുടരുക. 2 കാര്യങ്ങളൂടെ പറയാം. ഓക്കെ, സിനി, ശ്രീകുമാർ, മനുപ്രതാപ്, ജിൻസി, സാംസങ് SM. അപ്പൊ ഇവരിൽ ആരെങ്കിലും ഒരാളൊന്ന് സംസാരിക്കാമോ, പരിചയപ്പെടുത്താമോ? ശ്രീകുമാർ, സിനി, ഹായ്. ഹലോ സാർ. ഇനി പറയുന്നു സാർ, എന്റെ പ്രശ്നം എനിക്ക് ഹൈയിൽ പാടാൻ പറ്റത്തില്ല. ആഗ്രഹിച്ചൊരു പാട്ടെടുത്തതിന് എനിക്ക് പാടാൻ പറ്റുന്നില്ല. ആ ഒരു വിഷമാണ്. അത് എങ്ങനെ ഹൈയിൽ പാടാൻ കഴിയും? നിങ്ങളുടെ ഏജ് എത്രയാണെന്ന് പറയാമോ? എനിക്ക് 53 വയസ്സാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനു മുമ്പ് മ്യൂസിക് എന്തെങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടെ. നമ്മുടെ ഈ ട്രെയിനിങ്ങിൽ 1 hour ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നോ? ഇല്ല, ഒന്നും ചെയ്തില്ലായിരുന്നു. അല്ല, അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ, അത് കണ്ടിട്ടില്ലേ? ക്ലാസ് കണ്ടില്ലേ അത് 1 hour? കണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് ഹൈ പിച്ചിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇത് നമ്മുടെ തൊണ്ടയിലെ മസിൽസ് സ്ട്രെങ്തൻ ആകുമ്പോഴാണ് ഹൈ പിച്ച് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. തൊണ്ടയിലെ മസിൽസ് മാത്രമല്ല, പിന്നെ അതിനകത്ത് നമുക്ക് പുഷ് ചെയ്യാൻ എയറും വേണം, ശ്വാസം വേണം, ബ്രീത്തിങ് കപ്പാസിറ്റി വേണം. അപ്പൊ ഈ 2 ഘടകങ്ങളാണ് നല്ല ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പ്രാക്ടീസിലൂടെ വോക്കൽ റേഞ്ചും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഹൈയിലോട്ടും ലോയിലോട്ടും ഉള്ള നോട്ട്സ് റീച്ച് ചെയ്യാൻ പാകത്തിൽ നമ്മുടെ തോട്ടിനെ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്സസൈസുകളും മറ്റു കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ 1 hour ക്ലാസ് കണ്ടിട്ട് എത്ര നാളായി? ഇന്നാണ് ശരിക്കും സത്യത്തിൽ അതിന്റെ വീഡിയോ കാണുന്നത്. ഓക്കെ. മൊബൈൽ ആപ്ലിക്കേഷൻ ടാഗ് മാംഗോയുടെ ആപ്ലിക്കേഷനിൽ കോഴ്സ് സെക്ഷനിൽ പോയിട്ട് 1 hour ക്ലാസ് കണ്ടു അല്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നുണ്ടോ സിനി? ഇപ്പോ 1 month പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്കൊരു ഓഫറും കൂടെ ഉണ്ട് കേട്ടോ. 2140 രൂപയ്ക്ക് 42 എങ്ങാണ്ടാണ്. അത്രയും വളരെ കുറഞ്ഞൊരു എമൗണ്ടിന് ഇത് നമുക്ക് ഓഫർ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കോഴ്സിന് 8000 rupees ആണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇത് ന്യൂ ഇയർ ഓഫറാണ്. ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 10ാം തീയതി, ഇന്ന് വരെയാണ് അത് കൊടുക്കുന്നത്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ പേഴ്സണലി മെസ്സേജ് അയക്കും. ഞാൻ അതിന്റെ ലിങ്കും ഡീറ്റെയിൽസും അയക്കാം. ഓക്കെ. എവിടെയാ സ്ഥലം? എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ഞാൻ കുറച്ചാളുകൊണ്ട് പാട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ 1-2 സ്റ്റേജുകൾ പ്രോഗ്രാം ചെയ്യും. വർക്കല. ഓക്കെ ഓക്കെ. പാട്ട് പഠിക്കുന്നുണ്ട് ഇപ്പോഴും. വെരി ഗുഡ്. ഇപ്പോഴും പഠിക്കുന്നുണ്ട്.
ഞാനൊരു ചെറിയ ഇതായിട്ട് കച്ചേരി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവരാത്രി. ഗുഡ് ഗുഡ്. തവണയും 2 സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ഹൈയില് ഫിലിം സോങ് പാടാൻ പറ്റുന്നില്ല. ഉം. ആ ഒരു വിഷമാണ്. സിനി ഒരു കാര്യം കൂടെ, ഈ കീർത്തനങ്ങളൊക്കെ നിങ്ങളുടെ ഈ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ശബ്ദം മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? കിട്ടിയിട്ടുണ്ടോ അങ്ങനെ? ടീച്ചർ എനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചു തന്ന് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ. എന്ത് പക്ഷെ വീഡിയോസ് ആണ്? എന്ത് ടൈപ്പ്, എങ്ങനെയുള്ള വീഡിയോസ്? ഇത് അത് പാട്ട് പാടാനായിട്ടുള്ള, ചില പാട്ട് പാടിയിട്ട് അത് കേട്ട് പാടാനായിട്ടുള്ള വീഡിയോസ് ആണോ? അല്ല, ഓക്കെ. അതെ എനിക്ക് പറയാൻ പറയാൻ പറ്റുന്നില്ല, ഓർമ്മയില്ല എന്നാണോ? അല്ല, അത് ഓരോ വോയിസിന് നമ്മള് ഹൈയിലോട്ട് പോകുന്നത് ഞാനത് ശരിക്കും ട്രൈ ചെയ്തില്ല സാർ, അതാണ് ഓക്കെ. എനിക്ക് തോന്നുന്നു അത് ആ ഹൈ നോട്ട് പാടാനായിട്ടുള്ള ചില ട്യൂണുകൾ അത് പ്ലേ ചെയ്യും, അതിനോടൊപ്പം പാടാനായിട്ടുള്ളതായിരിക്കും. അതെ അതെ അതെ. ഓക്കെ, ശരി. ഓക്കെ, മനസ്സിലായി എനിക്ക്. ആ, മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത്രയേ ഉള്ളു. ഓക്കെ, അപ്പൊ എനിക്ക് Thank പേഴ്സണലി you. ഒരു മെസ്സേജ് തരൂ, ഞാൻ ഡീറ്റെയിൽസ് അയക്കാം. ഓക്കെ, താങ്ക് യു. മനു പ്രതാപ്. ഹലോ സാറേ. മനു പറയൂ, എന്താണ്, എവിടെന്നാ? സാറേ, ഞാൻ ചേർത്തല, മാരാരിക്കുളം. ഓക്കെ. ട്രിവാൻഡ്രത്തൊക്കെ ആലപ്പുഴയില്. നല്ല മഴയാണ് ഇവിടെ, അവിടെ മഴയുണ്ടോ? ഇല്ലില്ല, ഇവിടെ മഴയില്ല. ഓക്കെ. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു മഴ. ഓക്കെ. സാർ, നമ്മൾ പേഴ്സണലി ഇതിനു മുമ്പ് വാട്സപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഞാൻ മെയ്സൺ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ നാടൻപാട്ട് പ്രോഗ്രാം ചെയ്യുന്നതാണ്, സ്റ്റേജ് പെർഫോമർ ആണ്. അതെ. നമ്മുടെ ട്രെയിനിങ്ങിൽ അപ്പൊ ജോയിൻ എനിക്കൊരു വിഷയം, ചെയ്തല്ലേ? മെയിൻ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തു 1 മന്തിൽ? ഇല്ല, ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ 1 hour ക്ലാസ് കണ്ടപ്പോ പൂർത്തിയാക്കിയിരിക്കില്ല. ഓക്കെ. കുറച്ച് കണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെറിയ തിരക്കുകളൊക്കെ വന്നാൽ പിന്നെ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാനത് സാറിനെ വിളിച്ച് അന്ന് വാട്സപ്പ് ചാറ്റ് ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ എനിക്ക് അന്നേരത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ സാറിനോട് ഞാൻ പറഞ്ഞായിരുന്നു. അതെ, 1 hour ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എത്ര ദിവസമായി? ഇപ്പം 1 മാസത്തിന് മേലായി. ഓക്കെ, ഓർക്കുന്നുണ്ട്. ആ, പിന്നീട് അപ്പം ജോയിൻ എനിക്കിപ്പോൾ ചെയ്യാമെന്നോ ഒരു പ്രശ്നം പറഞ്ഞല്ലേ? പറഞ്ഞല്ലേ, പിന്നീട് ജോയിൻ ചെയ്യാന്നാ പറഞ്ഞത്. സാറന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചായിരുന്നു, ഇപ്പൊ എന്ത് പറ്റും നോക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചായിരുന്നു സാർ. അതെ. അപ്പം എനിക്ക് മനു, ഉള്ള വിഷയം കോൺഫിഡൻസ് സ്റ്റേജിലൊക്കെ ലെവൽ ഇച്ചിരി ഓൾറെഡി കുറഞ്ഞിട്ടുണ്ടാ. ചെയ്യുന്നുണ്ടോ? സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്നുണ്ടോ ഇപ്പൊ? സ്റ്റേജ് പെർഫോമർ ആണ്. ഓക്കെ, പറയൂ. എനിക്ക് ഹൈ നോട്ട് പാടാൻ പറ്റുന്നത് ഇപ്പം മറ്റേ സിനിമ പാട്ട് പാടുന്ന പോലെ നാടൻ പാട്ട് ഫുൾ സ്ട്രെയിൻ ആണ് സംഭവം. നമ്മള് ശരിക്കും ഓപ്പൺ പ്രോഗ്രാം 2 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ 2 മണി ഓപ്പൺ ത്രോട്ട് പാടേണ്ടതാണ് സംഭവം. അപ്പം അതിപ്പം ഞാനിപ്പം ഒരു 10 വർഷത്തിന് മേലായിട്ടുണ്ട് നാടൻ പാട്ട് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഹൈ നോട്ട് നേരത്തെ ഈസി ആയിട്ട് പാടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഹൈ നോട്ട് പാടാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് പെർഫോം ലെവലിലും എന്റെ കോൺഫിഡൻസ് ലെവലും ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ ഒരു പാട്ടെടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഹൈനോട്ട്, മനു ഒരു എനിക്ക് കാര്യം കൂടെ, ഹൈനോട്ട് പാടാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പാടുമ്പോ എന്തെങ്കിലും പെയിൻ ഉണ്ടാകാറുണ്ടോ? തൊണ്ടയിൽ പെയിൻ ഉണ്ടാകാറുണ്ടോ? തൊണ്ട മാത്രം നമുക്ക് സ്ട്രെയിൻ ഫീൽ ചെയ്യും, തലവേദന എടുക്കും, തല ഭയങ്കരമായിട്ട് പ്രഷർ വരുന്ന പോലെ ഒരു വിഷയമുണ്ട്. അപ്പം എനിക്കൊരു നല്ലൊരു മെന്റർ ആവശ്യമുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. എനിക്ക് ഈ മുഖത്തിന്റെ ഭാവമൊക്കെ എപ്പോഴെങ്ങനെയാണ്? ഹൈ പിച്ചിലോട്ട് മുഖം എക്സ്പ്രഷൻ എങ്ങനെയാണ്? അതാ പറഞ്ഞ വല്ലാതെ ഫ്രീ ആയിട്ട് അങ്ങനെ ഉണ്ട് സംഭവം. അതാണ് എനിക്ക് കാഷ്വൽ ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം കോൺഫിഡൻസ് ലെവലിൽ വിഷയമുണ്ട് സംഭവം. അത് ശരിക്കും നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ പ്രോബ്ലം. അതെ, ട്രെയിനിങ്ങിൽ നമുക്കത് ഓരോ എക്സസൈസും ചെയ്യുമ്പോൾ അത് എനിക്ക് അതല്ല ഈ വോക്കൽ കെയറിനുള്ള എക്സസൈസ് എങ്ങനെയാണ് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ പ്രോപ്പർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല സംഭവം. യൂട്യൂബിൽ അവര് ഓൾറെഡി ക്ലാസ് സെറ്റ് ചെയ്തിട്ടിരിക്കണല്ലേ, നമുക്ക് അതിനകത്ത് വേറെ സംശയങ്ങളൊന്നും ചോദിക്കാം, അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകത്തില്ല സംഭവം. ഒരു ഓർഡറിൽ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല, പലതും സ്കാറ്റേർഡ് ആണ്. പിന്നെ ഞാൻ പറയുന്നത് പോലെ ചില എക്സസൈസ് നമ്മുടെ ശബ്ദത്തിന് ഒരു പക്ഷെ ദോഷം ഉണ്ടാക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ
ചെയ്യാനും പാടില്ല. അപ്പൊ അത് അതെ അതെ കഴിഞ്ഞ കേർഫുൾ ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞ പോലെ ഇപ്പം ഒരു ഭക്ഷണക്രമം ഇപ്പൊ തണുത്തത് കഴിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റും. പക്ഷെ കഫം ഉണ്ടാകുന്നത് എങ്ങനെയാണത് ഓരോരുത്തരുടെ രീതി അനുസരിച്ചിരിക്കും. എല്ലാവർക്കും ഒരുപോലെ ആകത്തില്ല. ഇപ്പൊ SPB പാടുന്നതിന് മുമ്പ് ചിലപ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ടാണ് പാടിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അതെ. അല്ല, ഇന്ന് വിചിത്രമായ ഒരു അപ്പം സംഭവം നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടന്നപ്പോ ഒരാൾ അയാൾ ഇതിനകത്ത് ഉണ്ടോന്ന് അറിഞ്ഞില്ല. എന്തായാലും ആളുടെ എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് റെഫറൻസും പറയുന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. മാറ്റർ ഞാൻ പുള്ളി എന്നോട് പേഴ്സണലി ചോദിച്ചു, സാറ് ഞാൻ അല്പമൊക്കെ മദ്യപിക്കാറുണ്ട്, മദ്യപിച്ചിട്ട് പാടുമ്പോൾ എനിക്ക് സംഗതികളൊക്കെ ഭയങ്കരമായിട്ട് വരാറുണ്ട്, അത് ഞാൻ തുടരണമോ വേണ്ടേ എന്നുള്ളതാണ് പുള്ളിയുടെ ഡൗട്ട്. അപ്പൊ അതൊരു വിചിത്രമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ ഒരിക്കലും അത് സജസ്റ്റ് ചെയ്യുന്നില്ല. ശരിയാ. കാരണം അതൊന്നും ഒരു ദീർഘകാലം, ഒരു ലോങ് റണ്ണിൽ നമ്മുടെ ശരീരത്തിനും ശബ്ദത്തിനും ഗുണം ചെയ്യുന്നതല്ല. അല്ലല്ല. ആരോഗ്യമുള്ള സമയത്ത് ഒരു പക്ഷെ പുള്ളിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് തോന്നുമായിരിക്കും. പക്ഷെ അതൊന്നും ശബ്ദത്തിന് ലോങ് റണ്ണില് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളല്ല. പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് വ്യത്യസ്തമാണ്. ഇപ്പോ ശരിക്ക് അതെ അതെ. എനിക്ക് തന്നെ അറിയാവുന്ന ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കുന്ന പാട്ടുകാരുണ്ട്. എന്നാൽ ഇതൊന്ന് തൊട്ട് ഉണ്ട്, നോക്കുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പ്രശ്നം അതാണ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് യൂട്യൂബ് ക്ലാസ്സിന്റെ ഒരു കുഴപ്പം ഞാൻ പറഞ്ഞതാ. നമുക്ക് ഇന്ററാക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്താലേ അതിന്റെ കാര്യം മനസ്സിലാകത്തുള്ളൂ. ഒരു മെന്റർ ആകുമ്പോഴത്തേക്ക് ഒരാളുടെ വിഷയം മനസ്സിലാക്കി അതെ അതിന്റെ എങ്ങനെ പ്രോഗ്രസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് പറയാൻ പറ്റൂല്ലേ. അതെ അതെ. അപ്പൊ എന്തായാലും മനു എത്രയും വേഗം അപ്പൊ ഞാൻ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുമെന്ന് കരുതുന്നു. നമുക്ക് കാണാം കൂടുതൽ അല്ല സാറേ, ഇപ്പൊ സാറ് പറഞ്ഞ ഓഫർ ഇപ്പൊ ഈ 10ാം തീയതി വരെയല്ലേ ഉള്ളെന്നല്ലേ പറഞ്ഞത്? അതെ, ഇന്നാണ് അത് അവസാനിക്കുന്നത്. ഇന്നല്ലേ 10ാം തീയതി അവസാനിക്കുന്ന? അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അപ്പം ഇത് ഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണ്ടേ? അതെ. അതെ. ഞാനത് കഴിഞ്ഞ 5ാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും പലരും ചോദിച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്താണ്. എക്സ്റ്റെൻഡ് ചെയ്ത്. അപ്പൊ എന്തെങ്കിലും അപ്പൊ ഞാൻ സാറിന് പേഴ്സണൽ മെസ്സേജ് അയച്ചോളാം. മെസ്സേജ് അയക്കൂ. ഓക്കെ സാർ. ഓക്കെ. ഇപ്പൊ ഒരാൾ ജോയിൻ ചെയ്തു. ഷിൻഡോ, ഹായ്. ഷിൻഡോ ശ്രീകുമാർ. ഷിൻഡോ സംസാരിക്കാമോ? പരിചയപ്പെടുത്താമോ? ഹലോ, ഹായ്. ഹായ് ഷിൻഡോ, പറയൂ. എവിടെന്നാ? ഞാൻ ചാലക്കുടിയിൽ നിന്ന്. ചാലക്കുടി. ഓക്കെ. നിങ്ങളുടെ എന്തുവാണ് നിങ്ങളുടെ ആക്ടിവിറ്റി? എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നു? ആക്ച്വലി ഞാൻ ഡോക്ടറാണ്. ഓക്കെ. ഞാൻ ഗവൺമെന്റ് ഡോക്ടറാണ്. ഓക്കെ. എവിടെയാ? ചാലക്കുടി തന്നെയാണോ? അല്ല, ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യണം. ഓക്കെ, എറണാകുളത്ത്. പാട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ്സ്? പാട്ടായിട്ട് അങ്ങനെ ക്ലാസ് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും ചെറിയ പ്രോഗ്രാംസ്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഒക്കെ പ്രോഗ്രാംസിലൊക്കെ ചെറുതായി പാടാറുണ്ട്. അങ്ങനെ. ഓക്കെ ഗുഡ്. ഓക്കെ. അപ്പൊ നമ്മുടെ വോക്കൽ കെയറിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്തത് എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഡ് കണ്ടപ്പോൾ? ഞാനിങ്ങനെ എനിക്ക് സാധാരണ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോ പിച്ചിലുള്ള സോങ്സ് ഒക്കെ ആണ് കൂടുതൽ പറ്റുള്ളൂ. ഹൈ പിച്ച് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് പാടാൻ. അപ്പൊ ഞാൻ എങ്ങനെയാണ് അതിനുള്ളൊരു എന്താണ് എന്തെങ്കിലും സൊല്യൂഷൻസ് അങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പം ഇതിലൊരു വീഡിയോ കണ്ടു. അങ്ങനെ അതിന്റെ ലിങ്ക് കയറി അങ്ങനെ വന്നതാണ് ഇതിലേക്ക്. ഓക്കെ. അത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന വോക്കൽ കെയറിന് 2 പ്രോഗ്രാം ഉണ്ട്. ഒന്ന് വോയിസ് ട്രെയിനിങ്, കർണാട്ടിക് മ്യൂസിക്കും ഉണ്ട്. എൻ്റെ ബ്രദറാണ് കർണാട്ടിക് മ്യൂസിക് എടുക്കുന്നത്. പുള്ളിയാണ് ആ ഏരിയ ഫോക്കസ് ചെയ്യുന്നത്. പുള്ളിയാണ് യൂട്യൂബിലും ഉള്ളത്. അപ്പോൾ ഞാൻ വോയിസ് ട്രെയിനിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ്, അതായത് വോയിസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വോയിസ് ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അത് എടുക്കാം. ചിലർ ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നോട് വരാറുണ്ട്. നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. പലരും യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ശബ്ദം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആയതുകൊണ്ട് ഷിൻഡോയുടെ ചാലഞ്ചസ് എന്തൊക്കെയാണ് സിംഗിങ്ങിൽ? ഈ ബേസ് നോട്ടും വോക്കൽ റേഞ്ച് ഇല്ല എന്നുള്ളതാണ്. അതെ, അത് തന്നെ. അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ വോക്കൽ സ്ട്രെയിൻ വരുന്നുണ്ട് ഭയങ്കരമായിട്ട് ഹൈ പിച്ച് പാടുമ്പോൾ. ഈ ഫേസ് ഒക്കെ വളരെ വികൃതമായിട്ട് വരാറുണ്ടോ? ഫേസും അതുപോലെ തന്നെ സൗണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല വരുന്നത്. കുറച്ചിങ്ങനെ സ്ട്രെയിൻഡ് വോയിസ് ആണ്. ഫേഷ്യൽ മസിൽസ് ഒക്കെ കയറി സ്റ്റിഫ് ആകുന്നു അല്ലേ? അതെ. ഓക്കെ. 1 hour ക്ലാസ് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്?
ഇല്ല, 1 അവർ ക്ലാസ് ഞാൻ ഇത് കയറിയപ്പം മെയിലിലേക്ക് വന്ന ലിങ്ക് വഴി ഓപ്പൺ ചെയ്തപ്പോ ഇങ്ങനൊരു സൂം മീറ്റിംഗ് സെഷനാണ് കണ്ടത്. ഞാനിപ്പോ ജസ്റ്റ് ഇത് കഴിഞ്ഞ ആ ലിങ്ക് ഇമെയിൽ വന്നതേ ഉള്ളൂ എനിക്ക്. ഓക്കെ, എപ്പോഴാ ജോയിൻ ചെയ്തത്? എപ്പോഴാ 1 അവർ നമ്മുടെ ഈ 1 അവർ ക്ലാസ്സിൽ ഐ മീൻ രജിസ്റ്റർ ചെയ്തത് എപ്പോഴാ? ഇപ്പം ജസ്റ്റ് ജസ്റ്റ് നൗ? നൗ. ഓക്കെ, അപ്പൊ ആ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആളാണല്ലോ. ഓക്കെ, അപ്പോൾ ഷിൻഡു അതിനകത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ ആ വാട്സപ്പിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത വാട്സപ്പിൽ തന്നെ ഒരു ആ മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ട്. അതായത് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ 1 അവർ ക്ലാസ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 4 സ്റ്റെപ്സ് ആ പറയുന്നുണ്ട്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4. ആ സ്റ്റെപ്പ് 1 ആ നിങ്ങളുടെ ഇമെയിലിലേക്ക് പേയ്മെന്റിന്റെ റെസിപ്റ്റും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ അയച്ചിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. സെക്കൻഡ്, ടാഗ് മാംഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തില്ലല്ലോ അല്ലേ? ചെയ്തു. ചെയ്തു. അപ്പൊ ആപ്ലിക്കേഷനിൽ അതിന്റെ കോഴ്സ് സെക്ഷനിൽ അതിനകത്ത് ആ 3 സെക്ഷൻസ് ഉണ്ട്, 3-4 സെക്ഷൻസ് ഉണ്ട്. കോഴ്സ്, ആദ്യം ഫീഡ്, കോഴ്സ്, ആ പിന്നെ ഒരു വീഡിയോ കോൾ, മെസ്സേജ്. ആ അതിപ്പോ നോക്കുന്നുണ്ടോ അങ്ങനെ? ഞാൻ നോക്കിക്കോളാം. അത് എനിക്ക് ഈ ഫോണിലൂടെ തന്നെ ഞാൻ ചെയ്തത്. അപ്പൊ ഞാൻ അതിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിക്കോളാം. അപ്പൊ ആ കോഴ്സ് സെക്ഷനിൽ 1 അവർ ക്ലാസ് ഉണ്ട്. ഓക്കെ 1 അവർ ക്ലാസ് കണ്ടിട്ട് നമ്മുടെ 1 മന്ത് ട്രെയിനിങ്ങിലേക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ശരി ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ അത് പേയ്മെന്റ് ചെയ്തപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻവിറ്റേഷൻ. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പറഞ്ഞിട്ടൊരു ഇത് കണ്ടു. ഞാൻ ജോയിൻ ചെയ്തില്ല, കണ്ടു. ഓക്കെ, അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് വാട്സപ്പിൽ തരാം. അപ്പൊ അതിലും ചെയ്യുക. അതിൽ ഈ ട്രെയിനിങ് 1 അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും അതിനകത്തുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ടെക്നിക്കൽ ഇഷ്യൂസോ ട്രെയിനിങ് സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അത് എല്ലാ ദിവസവും ചില പ്രത്യേക സമയങ്ങളിൽ, ഇന്ന് ചിലപ്പോൾ 6 മണിക്കാണെങ്കിൽ നാളെ 11 മണിക്കായിരിക്കും. അത് ഡിഫറെൻറ്റ് ടൈം അനുസരിച്ച് ആ ഗ്രൂപ്പ് നമ്മൾ ഒരു 1 അവർ ഡിസ്കഷന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം. കാരണം പലരും പല ടൈമിലത്തെ വർക്കിംഗ് അവേഴ്സും ഫ്രീ ടൈം ഓരോരുത്തരെയും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് വ്യത്യസ്തമായ സമയങ്ങളിൽ ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ എല്ലാ വെനസ്ഡേയും നമുക്ക് വീക്കിലി സൂം മീറ്റിംഗും ഉണ്ട്. ശരി. ഓക്കെ, ഇതുവരെയും ഇതിൽ സംസാരിക്കാത്ത ആൾക്കാർ, ശ്രീകുമാർ, ഹലോ. സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ശ്രീകുമാർ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെന്നാ? നല്ല വിശേഷം. ചേർത്തലയാണ് സർ സ്ഥലം. ഓക്കെ, ചേർത്തലയിൽ നിന്ന് വേറെ ഒരാൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ കണക്ട് ചെയ്തിരുന്നു. അതെ. ഓക്കെ, പറയൂ ശ്രീകുമാർ, എന്ത് ചെയ്യുന്നു? ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് സർ. ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു 1.5 വർഷമായിട്ട് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാറുണ്ടോ? സ്റ്റേജ് പെർഫോമൻസ് കുറവാണ്, പക്ഷെ ഏതെങ്കിലുമൊക്കെ ഫങ്ഷൻസിലൊക്കെ പാടാറുണ്ട്. ഓക്കെ. എന്റെ പ്രോബ്ലം വന്നിട്ട് ഹൈ പിച്ചാണ്. ഓക്കെ. പിന്നെ നമുക്ക് ബ്രെത്ത് പ്രോബ്ലം. ഏതുവരെയൊക്കെ പാടാൻ പറ്റും? ഐ മീൻ ഈ സ്കെയിലില് കട്ട എന്ന് പറയില്ലേ, അത് അങ്ങനെ പറഞ്ഞാൽ അറിയാമോ? അത് ശ്രുതിയല്ലേ സർ ഉദ്ദേശിക്കുന്നത്? അതെ. ഡി വരെയൊക്കെ പാടിയിട്ടുണ്ട്. അവിടെ ഓക്കെ, ഹൈ പിച്ചില് ഡി വരെ അല്ലേ? അതെ. ഓക്കെ. പക്ഷെ ഞാൻ ജസ്റ്റ് എന്റെ 1.5 വർഷമായുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതില് കുറേയധികം ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് മ്യൂസിക് ലെസൺസിലെ. അപ്പൊ ജസ്റ്റ് ഞാൻ വർണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതില്. ഓക്കെ. അപ്പൊ എനിക്ക് വോയിസ് ഈ പറഞ്ഞ പോലെ സ്ട്രെയിൻ ചെയ്യുന്നത് ഒന്ന് കുറയ്ക്കണം. പിന്നെ ബ്രത്തിന്റെ പ്രോബ്ലം, അതൊക്കെയാണ് എന്റെ ഒരു ഇന്റൻഷൻ. ആദ്യം മുതൽ കേട്ടിരുന്നല്ലോ അല്ലേ ശ്രീകുമാർ? ഞാൻ സാർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഒരു 5 മിനിറ്റ് ആയുള്ളൂ ജോയിൻ ചെയ്തിട്ട്. 1 അവർ ക്ലാസ് എത്രത്തോളം അറ്റൻഡ് ചെയ്തു? അത് 1 അവർ ഫുൾ അറ്റൻഡ് ചെയ്തായിരുന്നു. ഫുൾ അറ്റൻഡ് ചെയ്തു. പോകുന്നുണ്ടോ? ഞാൻ 1 മന്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ. അതിൽ എത്രാമത്തെ ലെസൺ ആയപ്പോ? ഞാനിപ്പോ 1 വീക്ക് ആയി പർച്ചേസ് ചെയ്തിട്ട്. ഞാൻ ഇപ്പം 3rd ലെസൺ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, അതിൽ എന്നോട് അതിനെക്കുറിച്ചൊന്നും അധികം നമ്മൾ സംസാരിച്ചിട്ടില്ല തോന്നുന്നല്ലേ?
ഇല്ല ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു ആ കുറച്ചൊരു അതാണ് എനിക്ക് ആളിനെ തിരക്കിലായിരുന്നു സാർ, അങ്ങ് അതുകൊണ്ടാണ്. പരിചയം കിട്ടാത്തത്. അപ്പൊ അതെ അതിനകത്ത് അതെ നിങ്ങളെ അതെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വോയിസ് മെസ്സേജും പിന്നെ പാട്ട് ആ പാടാനൊക്കെ അതെ, അതൊക്കെ കഴിഞ്ഞോ? അത് ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ നാളെ ഇന്നോ നാളെയായിട്ട് ചെയ്യാം. അപ്പൊ ഓരോ അത് ലെസണും ചെയ്തിട്ടില്ല. കഴിയുമ്പോ അതിന്റെ ഓക്കെ അസൈൻമെന്റ്സ് എന്നുള്ള നിലയ്ക്ക് അന്ന് എന്താ ചെയ്തതെന്ന് ജസ്റ്റ് എന്നോടും കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും. തമ്മിലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ശരിക്ക് വർക്കൗട്ട് ആയി പോകത്തില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കണ്ടതുപോലെ അങ്ങ് പോകും. ഒരു ഓക്കെ ഓക്കെ ഒരു മെന്റർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എനിക്ക് ഓക്കെ നിങ്ങളോടൊപ്പം നിന്ന് പറഞ്ഞു തരാൻ പറ്റുന്നത് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ കൂടെ അത് ഷെയർ ചെയ്യുമ്പോഴാണ് എനിക്കും അതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ മനു ഇനി വരുന്ന ലെസൺസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ. ഓക്കെ ഷുവർ. ഓക്കെ, വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? വേറെ ഞാൻ ഒരിക്കലും സാറിനോട് ഒരു ഇതില് ചാറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു, കഫിന്റെ പ്രോബ്ലം ഉള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു സാറിനോട്. ഓക്കെ, പറഞ്ഞിരുന്നു, അതിന്റെ സൊല്യൂഷൻ പറഞ്ഞിരുന്നു. അതെന്താണ് ഞാൻ അന്ന് പറഞ്ഞ എന്തുവാ സൊല്യൂഷൻസ്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്ന ഇതാണെന്നാണ് സാറ് പറഞ്ഞിരുന്നത്. ഓക്കെ, അങ്ങനെ അതായത് നമ്മള് ഓക്കെ, അതിനകത്ത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു അല്ലേ, എന്താണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ അതെ അപ്പം ഉണ്ടാക്കുന്ന അതെ അതെ കാര്യം അതെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആയോ? കണ്ടുപിടിക്കാൻ പറ്റിയോ? ഞാൻ ഇപ്പൊ തണുത്ത അങ്ങനെ കഴിക്കാറില്ല. ഓക്കെ പക്ഷെ ഞാൻ വൈകിട്ട് ചോറ് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അത് ഓക്കെ കൊണ്ടായിരിക്കാം എന്ന് കരുതുന്നു. അതെ, അത് അവോയ്ഡ് അതൊരു ചെയ്ത് നോക്കാം. അതൊരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ആണ്. പ്രത്യേകിച്ചും ചോറ് എന്ന സാധനം രാത്രി കഴിക്കുന്നത് കഫം ഓക്കെ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവമാണത്. ഓക്കെ ഓക്കെ അങ്ങനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം, അത് കുറച്ച് ദിവസം കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കഫത്തിന്റെ അളവ് കുറയുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ ഓക്കെ എന്തെങ്കിലും? വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല സാർ. ഞാൻ എന്തായാലും എന്റെ സോങ്സ് ഞാൻ സാറിനൊന്ന് അയച്ചു തരാം. അപ്പൊ അതിനകത്ത് ഉള്ള അയക്കുക. അതോടൊപ്പം കേട്ടിട്ട് ഫ്രൈഡേ, സാറിന് വെള്ളിയാഴ്ച നമുക്ക് വോക്കൽ ക്ലബ് മീറ്റിംഗ് ഉണ്ട്. ഈ 1 മന്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വോക്കൽ ക്ലബ് മീറ്റിംഗ് ഉണ്ട് വെള്ളിയാഴ്ച 9:15. അപ്പൊ അതിലും ജോയിൻ. വൈകിട്ട്. ഷുവർ ഷുവർ. ഓക്കെ, ഇനി ഓക്കെ, ആരെങ്കിലും താങ്ക് യു. സംസാരിക്കുന്നുണ്ടോ? സാംസങ് SM-A23 6E ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. രമണി സൈൻ ഔട്ടായി. ഹലോ, സാംസങ് SM ആരാ? സുനിതയാണ്. ഓക്കെ, പറയൂ, എവിടെന്നാ? ഞാൻ ആലപ്പുഴ ജില്ലയില് അമ്പലപ്പുഴന്ന്. ഓക്കെ ഓക്കെ, ഇപ്പൊ ട്രെയിനിങ്ങിൽ ഏത് ലെവലിലാണ് നിൽക്കുന്നത്? എവിടെയാ നിൽക്കുന്നത്? 1 hour ക്ലാസ് ആണോ? 1 month ട്രെയിനിങ്? ഞാൻ ക്ലാസ്സിൽ കേറിയിട്ടില്ല ഇതുവരെ. ഓക്കെ, അവനെന്താണ്, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ? ഇല്ലില്ല, എനിക്ക് ഓഫീസ് ടൈം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോ 1 മണിക്കൂർ എനിക്ക് അതിനായിട്ടൊന്നും കിട്ടിയില്ല. ഓക്കെ, എപ്പോഴാ പർച്ചേസ് ചെയ്തത്? 1 hour ക്ലാസ് എപ്പോഴാ പർച്ചേസ് ചെയ്തത്? അത് 2-3 ദിവസമായിട്ടുള്ളൂ. 2-3 ദിവസത്തെ. അത് അതിന്റെ ലൊക്കേറ്റ് ചെയ്ത് എവിടെയാണ് ആ ക്ലാസ് ഉള്ളതെന്ന് കണ്ടെത്തിയോ? അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ആ ടാക് മാംഗോയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പ് ചെയ്തിട്ടുണ്ട്? അതൊക്കെ അതെല്ലാം ഉണ്ട്. ഓക്കെ. അപ്പോ എത്രയും വേഗം തന്നെ 1 hour ക്ലാസ് കാണുക. പിന്നെ നമുക്ക് എല്ലാ വെനസ്ഡേയും ഇതുപോലെ ഒരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങളുടെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഇഷ്യൂസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട്. ഓക്കെ, അതിനകത്തും വോയിസ് ഡിസ്കഷൻ, വോയിസ് ചാറ്റിലൂടെയുള്ള ഡിസ്കഷൻസും ഉണ്ട്. അപ്പോൾ സമയം കിട്ടുന്ന മുറയ്ക്ക് അതിലൊക്കെ ഒന്ന് ഇൻവോൾവ് ആകുക. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമേ, പരസ്പരം നമ്മളിങ്ങനെ കണക്റ്റഡ് ആയിരിക്കുമ്പോഴേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഉത്സാഹം കൂടുകയുമുള്ളൂ. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടോ ഈ ട്രെയിനിങ്ങിനെ കുറിച്ച്? ട്രെയിനിങ് നമ്മുടെ സൗണ്ട് മെച്ചപ്പെടുത്തുന്ന രീതിയാണെന്ന് ഞാൻ കേട്ടു. എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. എനിക്ക് ശ്രുതി ചേർത്ത് പാടാൻ അങ്ങനെയൊന്നും അറിയത്തില്ല. പാടും, ഓക്കെ, പാട്ടുകളൊക്കെ കേട്ട് അതൊക്കെ ആ പഠിച്ച് 1 പാടും. hour ക്ലാസ്സിൽ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. അതൊരു സൊല്യൂഷൻ തന്നെയാണ്. അത് കണ്ടു കഴിയുമ്പോൾ ഈ ശ്രുതി ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ വ്യക്തമാകും.
ഇഷ്ടമാണ്. ആ ആ. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അത് കാണും. ഓക്കെ ഓക്കെ. അടുത്തൊരാൾ രമണി, ഗുഡ് ഈവനിങ്. ഒന്ന് പരിചയപ്പെടുത്താമോ? നമ്മുടെ മീറ്റിംഗ് 1 മിനിറ്റ് കൂടെ 1-2 മിനിറ്റ് കൂടെ ഉള്ളൂ. പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്താമോ? ഹലോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. ഷംന, നമ്മുടെ മീറ്റിംഗ് വെള്ളിയാഴ്ച ജോയിൻ ചെയ്യുമല്ലോ അല്ലേ? ഓക്കൽ ക്ലബിൽ ഉണ്ടാകുമല്ലോ. ഓക്കെ, അപ്പൊ സർ ഇപ്പൊ മീറ്റിംഗ് പേയ്മെന്റിന് ക്ലോസ് ചെയ്യുവാണേ. സർ വേറെന്താ? പേയ്മെന്റിന്റെ കാര്യം ഒന്നും ചെയ്തിട്ടില്ല. അതെ ആ, നമ്മുടെ 1 മന്തിന്റെ അല്ലേ? അതെ, അതെ. വൺ മന്തിന്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 2142 രൂപയാണ്. അപ്പൊ അതിന് അത് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ലിങ്കും ഓഫർ കോഡും ഞാൻ തരാം. ലിങ്കിൽ പോയിട്ട് നമ്മൾ നേരത്തെ ഓഫർ കോഡ് എൻ്റർ ചെയ്യൂലേ, അപ്പൊ അവിടെ NY2024 എന്ന് എൻ്റർ ചെയ്യുമ്പോൾ ആ ഫീസിൽ റിഡക്ഷൻ ഉണ്ടാകും. വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് തരിക, ഞാൻ ഗ്രൂപ്പിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അത് ഇന്ന് പേയ്മെന്റ് നടത്തണം. അതെ അതെ, ഇന്ന് 10-ാം തീയതി വരെയാണ് അത് വാലിഡ് ആയിട്ടുള്ളത്. ആ ഓഫർ കോഡ് വാലിഡ് ആയിട്ടുള്ളത് ഇന്നും കൂടെയാണ്. ഓക്കെ, ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് അപ്ഡേറ്റ് ചെയ്യാം. അല്ലാതെ പേഴ്സണലി ആവശ്യമുള്ളവർ ദയവായിട്ട് ചോദിക്കുക, ഞാനത് റിപ്ലൈ തരാം. ശരി, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, നല്ലൊരു രാത്രി നേരുന്നു. നമുക്ക് വീണ്ടും കാണാം. ബൈ.